യുഎസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ നിരവധി മാറ്റങ്ങളാണ് യുഎസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ മുഴുവനും പിടിച്ചുകുലുക്കിയ കുടിയേറ്റ നിയമങ്ങൾ മുതൽ ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന പുതിയ ഉത്തരവുകൾ വരെ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് അമേരിക്കയുടെ വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു എന്നത്. ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതും ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ട്രംപ് ഭരണകൂടം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിനു പിന്നാലെയാണ് ട്രംപ് വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. മാർച്ച് 3-ന് യുഎസ് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മേരി മാക്മൻ ഒരു മെമ്മോ പുറപ്പെടുവിച്ചിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ മുന്നോടിയായിട്ടാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതെന്നും അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ വകുപ്പുകളുടെ നിയന്ത്രണം അതാത് സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുമെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സേവനങ്ങളും പരിപാടികളും പ്രശ്നങ്ങളില്ലാതെ തുടർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. അധികാരത്തിൽ പ്രവേശിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ വകുപ്പുകളുടെ അധികാരം സംസ്ഥാന സർക്കാരിന് നൽകുമെന്നും ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ വിദ്യാഭ്യാസ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ ഫെഡറൽ ഗവൺമെന്റിന് പരിമിതമായ പങ്കേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈമറി, സെക്കൻഡറി സ്കൂളുകൾക്ക് ഏകദേശം 13% ഫണ്ട് മാത്രമായിരുന്നു ഫെഡറൽ ഗവൺമെന്റ് നൽകിയിരുന്നത്. ബാക്കിയുള്ള ധനസഹായങ്ങൾ സംസ്ഥാനങ്ങളും പ്രാദേശിക സമൂഹങ്ങളുമാണ് നൽകിയിരുന്നത്. എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾക്കും പ്രത്യേക സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഫണ്ടിംഗ് വളരെ ആവശ്യമായ ഒന്നാണ്. വിദ്യാർത്ഥികൾക്കായി പ്രധാന പൗരാവകാശ സംരക്ഷണങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ പങ്ക് വലുതാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടുന്നത് രാജ്യത്ത് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുഎസിൽ പ്രവർത്തിക്കുന്ന താഴ്ന്ന വരുമാനമുള്ള സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നതും സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റുകൾ അനുവദിക്കുന്നതുപോലുള്ള പ്രവർത്തനങ്ങളും നിന്നുപോകുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളും എടുത്തുമാറ്റാൻ സാധ്യത കൂടുതലാണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ പുതിയ വിദ്യാഭ്യാസ സെക്രട്ടറി ചുമതലയേറ്റപ്പോൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ ഇവർ കൊണ്ടുവരുമെന്നുള്ളത്. 1979-ലാണ് യുഎസിലെ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിതമായത്. അന്നു മുതൽ യുഎസിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവർ ഭംഗിയായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ട്രംപിന്റെ പെട്ടെന്നുള്ള തീരുമാനത്തോട് യുഎസിലുള്ള പലർക്കും വിയോജിപ്പുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനും ട്രംപിനാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ പദ്ധതികൾ എന്ത് വില കൊടുത്തും നടപ്പിലാക്കിയിട്ടുള്ള ട്രംപിന്റെ ഇനിയുള്ള നടപടി എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കൂടാതെ ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ കൊണ്ടുവന്ന ഫെഡറൽ ജീവനക്കാരുടെ വെട്ടിക്കുറയ്ക്കലുകൾ പോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെയും വെട്ടിക്കുറയ്ക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ തളർത്തുമെന്നാണ് വിലയിരുത്തലുകൾ. അധികാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം യുഎസിലുള്ള നിരവധി ഏജൻസികൾ ട്രംപ് അടച്ചുപൂട്ടിയിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഓഫീസ് ഫോർ സിവിൽ റൈറ്റ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സയൻസിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ ട്രംപ് വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ ഒരു ക്യാബിനറ്റ് തല ഏജൻസി അടച്ചുപൂട്ടാനുള്ള ട്രംപിന്റെ ശ്രമം ഇതാദ്യമായിട്ടായിരിക്കും. യുഎസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുമോ അതോ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റുമോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. യുഎസിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും സഹായം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. യുഎസിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് സൃഷ്ടിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നും അവർ അറിയിച്ചു.